കൊല്ലം കൊട്ടാരക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. കൊല്ലം ഓയൂർ സ്വദേശി അൻവർ ഷായ്ക്കെതിരെയാണ് കേസെടുത്തത്. തങ്ങൾക്കുണ്ടായ ദുരനുഭവം പെൺകുട്ടിയും മാതാവും ജനം ടിവിയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി, പിന്നെ അത് റിലേഷനിലോട്ട് പോയി ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞിരുന്നു ഞാൻ മതം മാറി ചെന്നേ പറ്റൂ. ഞാൻ ആദ്യമൊക്കെ സമ്മതിച്ചില്ല. അപ്പം ഞാൻ ആ ഒരു സംസാരം വരുമ്പോഴേ ഞാനങ്ങ് വഴിതിരിച്ച് വിടുകയായിരുന്നു ചെയ്യുന്നത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അപ്പോൾ പറയും പൊന്നാനിയിൽ സത്യസരണയിൽ കൊണ്ടുപോകും എന്നെ, അവിടെ ക്ലാസ് ഉണ്ട്, അവിടെ നിർത്തും, മതം മാറിയേ പറ്റൂ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ അമ്പലത്തിൽ പോകരുത്, തട്ടിടണം, പൊട്ടിടരുത്, കുറിയിടരുത്. ഞാൻ എന്തോ പൊട്ടോ കുറിയോ എന്തോ ഇട്ട് എന്തോ പോസ്റ്റ് ചെയ്യുക എന്തോ ചെയ്തു. ഉടനെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്നെ കൊണ്ട്. നീ പൊട്ടിടുന്നതും കുറിയിടുന്നതും എൻ്റെ തന്നെ ഞാൻ പറയുന്നുണ്ട്, നിനക്കൊന്നും തോന്നരുത്, എനിക്ക് നീ പൊട്ടും കുറിയിടുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതെൻ്റെ കണ്ണിന് മുന്നിൽ കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആത്മാർത്ഥ പ്രണയമാണെന്ന് കരുതിയ പെൺകുട്ടിക്കുണ്ടായ അനുഭവമാണിത്. മതം മാറണമെന്ന് നിർബന്ധിച്ചു. ഹൈന്ദവ വിശ്വാസങ്ങൾ വേണ്ടെന്നും ഇസ്ലാമിലേക്ക് വരണമെന്നും ആവശ്യപ്പെട്ടു. പല ഉദാഹരണങ്ങളും കാട്ടി കുട്ടിയെ ഭീഷണിപ്പെടുത്തി. നിരന്തരമായുള്ള ഭീഷണികൾക്കൊടുവിലാണ് കുട്ടി അമ്മയോട് കാര്യം തുറന്നു പറയുന്നത്. പിന്നീട് കുടുംബം നിയമപരമായി നീങ്ങി. ആദ്യഘട്ടത്തിൽ കൊട്ടാരക്കര പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചു. തുടർന്ന് കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചു. അതിനുശേഷമാണ് പെൺകുട്ടിയുടെ പരാതിയിൽ കൊല്ലം ഓയൂർ സ്വദേശി അൻവർ ഷായ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. അശ്ലീല പരാമർശം, ഭീഷണി തുടങ്ങി പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസ്. മജിസ്ട്രേറ്റിനു മുന്നിലും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. യുവാവിന്റെ ഭീഷണിയെ തുടർന്ന് മാനസിക സമ്മർദ്ദത്തിലായ പെൺകുട്ടി പലതവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും കുടുംബം പറയുന്നു. യുവാവിനെതിരെ മറ്റൊരു പെൺകുട്ടിയും പരാതി നൽകിയിരുന്നു. അൻവർ ഷായ്ക്ക് പിന്നിൽ മറ്റു ചില ആളുകളുണ്ടെന്നും വെളിപ്പെടുത്തലുണ്ട്. നിലവിൽ പ്രതിയുടെ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. കേസിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. ജനം, കൊല്ലം.